ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ഞങ്ങളുടെ വീഡിയോസ് എല്ലാം കാണണം. ഞങ്ങളുടെ വീഡിയോസ് കണ്ടിട്ട് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. ഇന്ന് നമ്മൾ വന്നിരിക്കുന്ന ഒരു എന്റർടൈനിങ് ആയ വീഡിയോ ആണ്. കുവൈറ്റിൽ താമസിക്കുന്ന കുട്ടികളെ ഒരു തവണയെങ്കിലും വിസിറ്റ് ചെയ്യുന്ന സ്ഥലമാണ്. ഇതിന്റെ ലൊക്കേഷൻ വന്നിട്ട് ഷുവൈക്കിലെ സിറ്റി സെന്ററിനുള്ളിലാണ്. ഈ പാർക്കിന്റെ പേരാണ് കോസ്മോ കിഡ്സ്. ഇവിടെ ഒരു എൻട്രൻസ് ഫീ ഉണ്ട്, 3.5 KD per head. ഫ്രണ്ട്സ്, നിങ്ങളെ എല്ലാവരെയും ഞങ്ങൾ ഈ വീഡിയോയിലേക്ക് വെൽക്കം ചെയ്യാണ്. ലെറ്റ്സ് ഗോ. പാർക്കിന്റെ എൻട്രൻസിന്റെ ലെഫ്റ്റ് സൈഡിലായിട്ടാണ് നമ്മുടെ ക്യാഷ് കൗണ്ടർ വരുന്നത്. നമ്മളിവിടെ ക്യാഷ് ചെയ്യുമ്പോൾ നമുക്ക് ഒരു കാർഡ് തരും. ആ കാർഡിനകത്ത് കുറെ പോയിന്റ്സ് ഉണ്ടാവും. നിങ്ങൾക്ക് കാണുന്ന പോലെ ഇവിടെ കുറെ റൈഡ്സ് ഉണ്ട്. ഈ റൈഡ്സിൽ കയറണമെങ്കിൽ നമുക്ക് ഈ പോയിന്റ്സ് യൂസ് ചെയ്യണം. ഞങ്ങൾ ഫസ്റ്റ് കയറിയത് ഒരു ട്രാംപോലിന്റെ അകത്താണ്. അത് സ്ക്വയർ ആയിട്ടാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഞങ്ങളിവിടെ ശരിക്കും എൻജോയ് ചെയ്തത്. പിന്നെ നമ്മൾ ചാടുമ്പോൾ ശ്രദ്ധിക്കണം, കാല് ട്വിസ്റ്റ് ആകരുത്. നെക്സ്റ്റ് ഞങ്ങൾ പോയത് ടണൽ ഷേപ്ഡ് ആയിട്ടുള്ള ഒരു സ്ലൈഡിലേക്കാണ്. ഈ സ്ലൈഡിൽ കയറണമെങ്കിൽ നമുക്ക് നെറ്റ് ചെയ്ത റോപ്പിൽ കൂടെയാണ് കയറേണ്ടത്. ഈ സ്ലൈഡ് ഭയങ്കര ലോങ് ആണ്. ഞാൻ വിചാരിച്ചു ഞാൻ സ്റ്റക്കായി പോയത്. ഇത് കഴിഞ്ഞ് നമ്മൾ സ്ലൈഡിന്റെ എൻഡിങ്ങിൽ വരുന്നത് ഒരു ബോൾ പിച്ചാണ്. അവിടെ ഞങ്ങൾ കുറെ എൻജോയ് ചെയ്തു. ഇവിടെ ഓരോ റൈഡ്സിലും കയറാൻ ഓരോ ഏജ് ലിമിറ്റ് ഉണ്ട്. നിങ്ങളിപ്പോൾ കാണുന്നത് 2 to 5 years ഉള്ള കൊച്ചുകുട്ടികൾ കളിക്കാൻ വേണ്ടിയുള്ള ഏരിയ ആണ്. ഫ്രണ്ട്സ്, ഇവിടെ തന്നെ ഒരു കോർണറിലായിട്ട് കുറെ ടാബ്സ് സെറ്റ് ചെയ്തിട്ടുണ്ട്. അവിടെ നമുക്ക് പസിൽ സോൾവ് ചെയ്യാം, കളർ ചെയ്യാം, സിംഹത്തിനെ കണ്ടുപിടിക്കാം, അങ്ങനെ കുറെ ആക്ടിവിറ്റീസ് ഉണ്ട്. നെക്സ്റ്റ് നമ്മൾ പോയത് ഒരു അഡ്വഞ്ചറസ് ആയിട്ടുള്ള ആക്ടിവിറ്റിയിലേക്കാണ്. ഈ ഏരിയക്ക് പാരന്റ്സ് നോട്ട് അലൗഡ് ആട്ടോ. ഞങ്ങൾ അവിടെ കയറി ചെന്നപ്പോൾ അവിടുത്തെ സ്റ്റാഫ്സ് ആണ് ഞങ്ങളെ വാർംലി വെൽക്കം ചെയ്തത്. അവർ ഞങ്ങൾക്ക് ഇൻസ്ട്രക്ഷൻ പറഞ്ഞു തരികയും സേഫ്റ്റി ഹാർനസ് ഇട്ട് തരുകയും ചെയ്തു. ഒബ്സ്റ്റിക്കിളിനാണ്. ഇത് നമ്മൾ വിചാരിക്കുന്ന അത്ര ഈസിയല്ല. കാരണം ഇത് ഷേക്ക് ആവുന്നതുകൊണ്ട് താഴെ നോക്കുമ്പോൾ നമുക്ക് നല്ല പേടിയും വരുന്നുണ്ട്. In this we have a lot of sections. The first section is the bridge. ഈ ബ്രിഡ്ജിനെ കുറിച്ച് പറയുകയാണെങ്കിൽ there would be small wooden plates. In between there would be a lot of gap. If you are not careful, നമ്മൾ താഴെ കിടക്കും. ഒരു ബാലൻസിങ് ഒബ്സ്റ്റിക്കലിലേക്കാണ്. അവിടുത്തെ സ്റ്റാഫ് ഞങ്ങളോട് ചോദിച്ചു ഞങ്ങൾക്ക് ഇത് ചെയ്യാൻ അറിയുള്ളൂ. അപ്പൊ ഞങ്ങൾ പറഞ്ഞു we don't have an idea how to do this. സോ അവിടുത്തെ സ്റ്റാഫ് ആണെങ്കിൽ ഞങ്ങൾക്ക് അത് ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് കാണിച്ചു തന്നു. ഫസ്റ്റ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത് ഭയങ്കര ഹാർഡായിട്ടാണ് ഞങ്ങൾക്ക് തോന്നിയത്. പിന്നെ നമ്മൾ അത് ചെയ്തു തുടങ്ങിയപ്പോഴത്തേക്കും ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടും എൻജോയബിൾ ആയിട്ടും ഞങ്ങൾക്കത് തോന്നി. നമുക്ക് വേണ്ടി വെയിറ്റ് ചെയ്തിരുന്ന കുറെ വുഡൻ സ്റ്റിക്സ് ആണ്. ഈ വുഡൻ സ്റ്റിക്സിന്റെ മേളിൽ ഫ്ലാറ്റ് ആയിരുന്നു, നമുക്ക് ചവിട്ടി പോകാൻ പറ്റും. അവിടുത്തെ സ്റ്റാഫ് പറഞ്ഞു നമുക്ക് ചവിട്ടാൻ പറ്റുന്നില്ലെങ്കിൽ അതിന് സൈഡിൽ കൂടെ നടന്നു പോകാൻ. പിന്നെ ഞാൻ ചെയ്തപ്പോൾ ഞാനാണെങ്കിൽ അതിന് മുകളിൽ കൂടെ നടന്നു പോയി. പക്ഷെ എൻ്റെ സിസ്റ്ററിന് അങ്ങനെ ചെയ്യാൻ പറ്റിയില്ല.
അപ്പൊ എന്റെ സിസ്റ്റർ ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്കൊരു ആശയം എനിക്കും ചെയ്യണമെന്ന്. അങ്ങനെ ഞാനും ചെയ്തു. നെക്സ്റ്റ് ഞങ്ങൾ കയറിയത് ഒരു ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഒരു ഒബ്സ്റ്റിക്കലിലേക്കാണ്. ഈ ഒബ്സ്റ്റിക്കലിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒരു റോപ്പിന്റെ നടുക്ക് വുഡൻ പ്ലേറ്റ്സ് വെച്ചിട്ടുള്ള ഇതായിരുന്നു. ശരിക്കും ഇത് ഞങ്ങൾ ചെയ്തപ്പോൾ ഞങ്ങൾ ഭയങ്കര പേടിച്ചു പോയി. പിന്നെ ഞങ്ങൾ ഒരു വിധത്തിലാണ് കംപ്ലീറ്റ് ചെയ്തത്. നമ്മൾ കയറുന്ന സമയത്ത് ഇതാണെങ്കിൽ ബാക്കിലേക്കും ഫ്രണ്ടിലേക്കും ഭയങ്കരമായിട്ട് ആടുന്നുണ്ടായിരുന്നു. നമ്മൾ വിചാരിക്കും നമ്മളിപ്പോൾ വീഴും, പക്ഷെ എങ്ങനെയോ നമ്മളത് കംപ്ലീറ്റ് ചെയ്തു. ഇപ്പോൾ നിങ്ങൾ കാണുന്നത് ഒരു ബാലൻസിങ് ആക്ടിവിറ്റിയാണ്. നേരത്തെ കണ്ട പോലെ തന്നെ സെയിം ആണ്, പക്ഷെ ഇത് ചെറിയ ചെറിയ വുഡൻ പ്ലേറ്റ്സിലാണ്. ഇതിന്റെ ഒരു എൻഡി ചവിട്ടി മറ്റേ എൻഡി ചവിട്ടിയിട്ടാണ് നമ്മൾ ബാലൻസ് ചെയ്യുന്നത്. ഞങ്ങളുടെ പ്രീവിയസ് വീഡിയോയിലുള്ള റോക്ക് ക്ലൈമ്പിംഗ് പോലെ ഒരു സെയിം ആക്ടിവിറ്റിയിലായിരുന്നു. പക്ഷെ ഇതിൽ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ ഇത് വുഡിലായിരുന്നു. അപ്പൊ ഞാൻ അവിടുത്തെ സ്റ്റാഫ് ചോദിച്ചു ഞങ്ങൾക്ക് ഇത് ചെയ്യാൻ അറിയുമെന്ന്. അപ്പൊ ഞാൻ പറഞ്ഞു എനിക്ക് ചെയ്യാൻ അറിയാന്ന്. ഞാൻ ട്രൈ ചെയ്ത് നോക്കി, പക്ഷെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇതിങ്ങനെ കിടന്ന് ആടുമായിരുന്നു. അപ്പൊ എനിക്ക് പേടിയായി. അപ്പൊ അവിടുത്തെ സ്റ്റാഫ് പറഞ്ഞു എന്റെ ഇടയിൽ ഇങ്ങനെ ചവിട്ടി പോയാൽ മതിയെന്ന്. അങ്ങനെ അത് ഞാൻ ചെയ്തപ്പോൾ അത് ഈസിയായി. ഇതുവരെ ചെയ്തതിൽ ഏറ്റവും സ്കേറിയസ് ഉള്ള ആക്ടിവിറ്റിയാണ് നെക്സ്റ്റ് സിബ്ലൈൻ. This is the most scariest because of one reason, because it's really fast. When you swing from one side in a very fast speed, and there's a big turn which makes you feel very dizzy, and that turn is there's two turns. One is a bit curved and the other one is a much more curvy, which makes you more dizzy. And when I reached the end, I felt so dizzy that I was going to fall down.
my turn. I tried it and I felt that it was throwing me out. Because of the curves, it was too scary. This was our last activity because we came late, but there are more activities which we can explore. If we got another chance, we would 100% try this, and this activity is worthy. Whoever in Kuwait should try this. Everyone should try this because it's not a waste of money and it's very entertaining. So friends, this is all about this video. We hope all of you like this video. We can see you in the next video. Till then, sign off.